അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധി വിലക്കുകൾ ജീവിതത്തിലുടനീളം ശ്രദ്ധിക്കണം, പാലിക്കണമെന്ന് എല്ലാ ഓരോരുത്തരെയും വളരെ ഗൗരവമായ ഭാഷയിൽ ഓർമ്മപ്പെടുത്തുന്നു, വസിയത്ത് ചെയ്യുന്നു. വിശുദ്ധ റമദാനിൽ ശേഷിക്കുന്ന അതിൻ്റെ ഏറ്റവും പുണ്യം നിറഞ്ഞ രാവുകളെ പരമാവധി ഉപയോഗപ്പെടുത്തുവാനുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. ഒരു ദിവസത്തിൽ 1440 മിനിറ്റാണ് ഉള്ളത്. ഒരാഴ്ചയിൽ 168 മണിക്കൂറാണ് ഉള്ളത്. വിശുദ്ധ റമദാനിലെ അവസാനത്തെ രാവുകൾ അത് ഈ വിധത്തിൽ കണക്കാക്കാൻ പറ്റില്ല. അത് ഏറെ ശ്രേഷ്ഠത നിറഞ്ഞ ഒരുപാട് പുണ്യങ്ങൾ നേടുവാൻ ഉതകുന്ന നിമിഷങ്ങളാണ്. ഒരു നിമിഷത്തിന് തന്നെ ഒരുപക്ഷെ ഒരു വർഷത്തിന്റെയൊക്കെ നേട്ടം നേടിയെടുക്കാൻ പറ്റുന്നവയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തായ നമുക്ക് വളരെ പരിമിതമായ ആയുസ്സാണ് നൽകിയിട്ടുള്ളതെങ്കിലും നമ്മെക്കാൾ ആയുസ്സുള്ള പൂർവകാല ജനതയെ നന്മയുടെ വിഷയത്തിൽ മറികടക്കാൻ പറ്റുന്ന, അവർക്കൊന്നും നേടിയെടുക്കുവാൻ സാധ്യമല്ലാത്ത വിധം നന്മകൾ ആർജിച്ചെടുക്കാൻ പറ്റുന്ന വിധത്തിലുള്ള പലവിധേനയുള്ള അനുഗ്രഹങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയിട്ടുണ്ട്. ചില സ്ഥലങ്ങളിൽ നിർവഹിക്കുന്ന ഇബാദത്തുകൾ അവക്ക് ഏറെ പ്രതിഫലം അല്ലാഹു നിശ്ചയിച്ചിട്ടുണ്ട്. ഹറമുകളിൽ നിർവഹിക്കുന്ന ഇബാദത്തുകൾ അതിന് പ്രത്യേകം പ്രതിഫലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുണ്ട്. ഇതര പള്ളികളിൽ 1,00,000 നമസ്കാരം നിർവഹിക്കുന്നതിന് തുല്യമാണ് മസ്ജിദുൽ ഹറാമിലെ ഒരു നേര നമസ്കാരമെന്ന് റസൂലുള്ളാഹിയുടെ ഹദീസിൽ കാണാം. മദീനയിലും ബൈത്തുൽ മുഖദ്ദസിലും അതിൻ്റെതായ നേട്ടങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ഒരു ജുമുഅ മസ്ജിദുൽ ഹറാമിൽ നമസ്കരിക്കാൻ സാധിച്ചാൽ 1,00,000 ജുമുഅ നമസ്കരിച്ച കൂലി നേടാൻ പറ്റും. 1,00,000 ജുമുഅയൊക്കെ നമസ്കരിക്കണമെങ്കിൽ ഒരു 2000 വർഷമൊക്കെ നമ്മൾ ജീവിക്കണം. അതൊരൊറ്റ ജുമുഅ കൊണ്ട് അവിടെ പോയി നമസ്കരിച്ചാൽ കിട്ടുമെന്നുള്ളത് ഈ ഉമ്മത്തിനോട് അല്ലാഹു സുബ്ഹാനഹു വ തആല ചെയ്തിട്ടുള്ള, നമുക്ക് ഉമ്മത്തിന് ചെയ്തു തന്നിട്ടുള്ള തുല്യതയില്ലാത്ത അനുഗ്രഹങ്ങളിൽപ്പെട്ടതാണ്. അതിനേക്കാൾ വലിയ നേട്ടങ്ങൾ ഈ ലൈലത്തുൽ ഖദ്റിലും നമുക്ക് നേടുവാൻ സാധിക്കുമെന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. ഒരു അധ്യായം തന്നെ വിശുദ്ധ ഖുർആനിന്റെ അവതരണവുമായി ബന്ധപ്പെട്ട് അത് ലൈലത്തുൽ ഖദ്റിലാണ് അതിന്റെ അവതരണം എന്ന് പഠിപ്പിക്കുന്ന അധ്യായത്തിൽ ആ മഹത്വം അല്ലാഹു തആല വിളിച്ചോതുന്നു. പ്രസ്തുത സൂറത്ത് ഖദ്റിന്റെ അവതരണ പശ്ചാത്തലമായി പ്രമുഖരായ മുഫസ്സിറുകളെ രേഖപ്പെടുത്തിയിട്ടുള്ള ഒരു സംഭവം കൂടെ അതിനോട് ചേർത്ത് വായിച്ചാൽ കാര്യം വളരെ സ്പഷ്ടമായി നമുക്ക് ഗ്രഹിക്കാൻ പറ്റും.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബനൂ ഇസ്രായേലിൽ ഉണ്ടായിരുന്ന ഒരാൾ അല്ല, ഒരു സംഘം ആളുകൾ എന്നിങ്ങനെ രണ്ട് റിവായത്തുകൾ നമുക്ക് കാണാം. അവർ 1000 മാസം രാത്രിയിൽ അള്ളാഹുവിന് വേണ്ടി നമസ്കരിക്കുന്നു, 1000 മാസം പകലിൽ ജിഹാദ് ചെയ്യുന്നു. ഇങ്ങനെയുള്ള ഒരു സംഘം ആളുകളെ കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു കൊടുത്തപ്പോൾ സ്വഹാബികൾക്ക് ആശ്ചര്യമായി. ഒരു വേള ഞങ്ങൾക്ക് അങ്ങനെ ഒരു ഇബാദത്ത് ചെയ്യാൻ ഞങ്ങൾക്ക് സാധിക്കുകയില്ലല്ലോ എന്ന ഒരു പ്രശംസനീയമായ ഒരു സങ്കടം അവരിൽ ഉണ്ടായി. ആ ഒരു സന്ദർഭത്തിലാണ് വിശുദ്ധ ഖുർആനിലെ സൂറത്ത് ഖദർ അവതരിച്ചത് എന്ന് പ്രമുഖരായ ആധികാരിക മുഫസ്സിറുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സൂറയിലൂടെ വിശുദ്ധ ഖുർആൻ അവതരിച്ച നാളിന്റെ പ്രാധാന്യം പറഞ്ഞ കൂട്ടത്തിൽ അല്ലാഹു തആല പറഞ്ഞു, അത് 1000 മാസത്തെക്കാൾ ഉത്തമമായ ശ്രേഷ്ഠമായ ഒരു രാവിലാണ് അതിന്റെ അവതരണം. 1000 മാസം എന്ന് പറയുന്നത് 83 വർഷവും 4 മാസവുമാണ്. 83 വർഷവും 4 മാസവും ഒരാൾക്ക് ചെയ്യാൻ പറ്റുന്ന ഇബാദത്തുകളുടെ പ്രതിഫലം ഒറ്റ രാവ് കൊണ്ട് അയാൾക്ക് നേടിയെടുക്കാൻ പറ്റും. ഒരു 40 റമളാനൊക്കെ നമ്മുടെ ജീവിതത്തിൽ, മിക്കവരുടെയും ജീവിതത്തിൽ കഴിഞ്ഞു പോയിട്ടുണ്ടാവും. ഏറെക്കുറെ ഇവിടെ കൂടിയ പ്രായമായ ആളുകളുടെ ജീവിതത്തിൽ ഒരു 40 റമളാനൊക്കെ കഴിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ടല്ലോ. അപ്പൊ അതൊരു 3000-ലേറെ വർഷം ഇബാദത്ത് ചെയ്തതിന്റെ നേട്ടം നേടിയെടുക്കുവാനുള്ള അവസരങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ കടന്നുപോയത് എന്നർത്ഥം. ഇത്രമേൽ വലിയ ഒരു അനുഗ്രഹം നമുക്ക് ചെയ്തു തന്ന നമ്മുടെ റബ്ബിനോട് അളവറ്റ നന്ദിയുള്ളവരായി നമ്മൾ മാറേണ്ടതുണ്ട്. അതിന് എത്ര ശുക്ർ ചെയ്താലും, എത്ര തന്നെ നമ്മൾ നന്ദി കാണിച്ചാലും അതൊരിക്കലും ഈ അനുഗ്രഹങ്ങൾക്ക് പകരമാകില്ല എന്നത് തീർച്ചയാണ്. ജീവിതത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയിട്ടുള്ള ഏതെങ്കിലും ഒരു അനുഗ്രഹം, അതിൽ ഒറ്റ ഒരു അനുഗ്രഹത്തിന് പോലും പൂർണ്ണാർത്ഥത്തിൽ നന്ദി കാണിക്കുക എന്ന് പറയുന്നത് മനുഷ്യ കഴിവിൽപ്പെട്ടതല്ല. ഒരനുഗ്രഹത്തിന് പോലും നന്ദി കാണിക്കുവാൻ നമുക്ക് സാധ്യമല്ല. കാരണം ഒരു അനുഗ്രഹത്തിന് നന്ദി കാണിക്കണമെങ്കിൽ വേറൊരു അനുഗ്രഹത്തിൽ നിന്നുകൊണ്ട് അതിന് സാധ്യമാകും. ഒരു അനുഗ്രഹത്തിൽ അനുഗ്രഹം അനുഭവിച്ചുകൊണ്ടേ മറ്റൊരു അനുഗ്രഹത്തിന് നന്ദി കാണിക്കാൻ പറ്റൂ. നന്ദി കാണിക്കുവാനുള്ള അവസരവും കിട്ടണമല്ലോ. അതൊരു നിയമത്താണല്ലോ. അങ്ങനെ നമ്മൾ പരിശോധിച്ചാൽ പണ്ഡിതന്മാർ പറയുന്നതിനനുസരിച്ച് ഒരൊറ്റ അനുഗ്രഹത്തിന് പോലും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയിട്ടുള്ള കണക്കാക്കാൻ കഴിയാത്ത അനുഗ്രഹങ്ങളിൽ ഒരൊറ്റ അനുഗ്രഹത്തിന് പോലും നന്ദി കാണിക്കുക എന്നുള്ളത് മനുഷ്യ കഴിവിന് സാധ്യമല്ലാത്ത കാര്യമാണ്. നമ്മോട് അല്ലാഹു തആല പറഞ്ഞിട്ടുള്ളതും വത്തഖുല്ലാഹ മസ്തതഅതും, ആവും വിധം നിങ്ങൾ നന്ദി കാണിക്കണം, അല്ലാഹുവിനെ സൂക്ഷിക്കണം എന്നുമാണ്. എത്രയാണോ നിങ്ങൾക്ക് സാധിക്കുക അത്ര നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണം എന്നാണ് നമ്മോടുള്ള കൽപ്പന. സഹോദരന്മാരെ, അല്ലാഹുവിന്റെ തൗഫീഖ് ഉണ്ട് എങ്കിൽ ഈ റമളാനിലെ 10 രാവുകൾ, ആ രാവുകളെ സജീവമാക്കിയാൽ ലൈലത്തുൽ ഖദ്ർ നമുക്ക് ലഭിക്കും. ലൈലത്തുൽ ഖദ്ർ നമുക്ക് ലഭിക്കും. അതിനെ നമ്മൾ കിണഞ്ഞ് ശ്രമിക്കണം. അതിനുള്ള തൗഫീഖിനായി നമ്മൾ തേടണം. എത്രയോ ആളുകളുണ്ട്
റമളാനിന്റെ അവസാനത്തെ 10ലേക്ക് അതിന്റെ ഏറ്റവും ശ്രേഷ്ഠകരമായ നാളുകളിലേക്ക് പ്രവേശിക്കുമ്പോൾ അവർ പരമാവധി പള്ളികളിൽ നിന്ന് അകന്നകന്നു പോയി അവർ പെരുന്നാളിന്റെ പർച്ചേസിലേക്ക് മുഴുകുന്ന അവസ്ഥ നമ്മുടെ പരിസരങ്ങളിൽ നമ്മൾ കാണുന്നു. അതൊരു നമ്മുടെ ഉമ്മത്തിനെ ബാധിച്ചിട്ടുള്ള ഒരു പൊതു ദുരന്തം എന്ന് തന്നെ പറയാം. ഒരു പൊതു വിപത്താണ്. ഏറ്റവും ശ്രേഷ്ഠകരമായ നാൾ വന്നണയുമ്പോൾ പരമാവധി പള്ളിയിൽ ഏത്തിക്കാഫിരുന്നും ഖുർആൻ പാരായണം ചെയ്തുമൊക്കെ കഴിച്ചുകൂട്ടുന്ന സമയങ്ങളിൽ ഹോട്ടലുകളിലും പലഹാരം കഴിക്കുന്നതിൽ മാത്സര്യം കാണിക്കുന്നതിലും ആളുകൾ മുഴുകുകയാണ്. ആരാധനകൾ കുറച്ച് ആഹാരം വർദ്ധിപ്പിക്കുന്ന തലതിരിഞ്ഞ ഒരവസ്ഥയിലേക്ക് റമളാനിന്റെ പ്രത്യേകിച്ച് അതിന്റെ അവസാന നാളുകളിലേക്ക് ആളുകൾ പോകുന്നു എന്നത് അള്ളാഹുവിന്റെ തൗഫീഖ് കിട്ടാതെ പോയതിന്റെ പ്രകട ലക്ഷണമാണ്. അത്തരം ദൗർഭാഗ്യവാന്മാരിൽ അകപ്പെടാതിരിക്കാൻ കൂടെ ആത്മാർത്ഥമായി നമ്മൾ അള്ളാഹുവിനോട് തേടേണ്ടതുണ്ട്. മുന്നിലുള്ള ഈ നാളുകളെ എങ്ങനെയാണ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുക? എന്തൊക്കെയാണ് പ്രധാനമായി നമ്മൾ ചെയ്യേണ്ടത്? ഏറ്റവും അനുഗ്രഹീതമായ രാവ് എന്ന് വിശുദ്ധ ഖുർആൻ പലയിടങ്ങളിലും പറഞ്ഞിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിലേക്ക് കടന്നാൽ അതിന്റെ നീണ്ട വിശദീകരണങ്ങൾ നമുക്ക് കാണാൻ പറ്റും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എങ്ങനെയാണ് ആ രാവിനെ ഉപയോഗപ്പെടുത്തിയത് എന്നും നമുക്ക് കാണാൻ പറ്റും. വിശുദ്ധ ഖുർആനിലെ ഞാനിവിടെ പാരായണം ചെയ്ത് കേൾപ്പിച്ച ഈ അധ്യായത്തിന്റെ വിശദീകരണത്തിൽ തന്നെ ലൈലത്തുൽ ഖദ്ർ എന്ന് പറയുന്ന വാചകത്തിന്റെ വിശദീകരണത്തിൽ തന്നെ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ള ഒരു വ്യാഖ്യാനം ഞെരുക്കം അനുഭവപ്പെടുന്ന രാത്രി എന്നുകൂടിയാണ്. ഖദ്ർ എന്ന് പറഞ്ഞാൽ ഞെരുക്കം എന്നുകൂടെ അർത്ഥമുണ്ട്. അഥവാ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ധാരാളം മലക്കുകൾ സംഘമായി ഈ ഭൂമിയിലേക്ക് ഇറങ്ങിയിട്ട് ഈ ഭൂമിയിൽ ഒരു ഞെരുക്കം, അവരെ കൊണ്ടൊരു ഞെരുക്കം, അത്ര കണ്ട് മലക്കുകൾ ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്ന നാളാണ്. ഭൂമിയിലെ ചരക്കല്ലുകൾക്ക് സമാനമായ വിധം, ആ എണ്ണത്തിന് സമാനമായ വിധം ഭൂമിയിലേക്ക് മലക്കുകൾ കൂട്ടം കൂട്ടമായി ഇറങ്ങി വരുന്ന ബറക്കത്ത് നിറഞ്ഞ അനുഗ്രഹീതമായ രാവാണ് ലൈലത്തുൽ ഖദ്ർ എന്ന് പറയുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റമളാനിന്റെ അവസാനത്തെ 10ലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ എന്താണ് ചെയ്യാറുള്ളത് എന്ന് വിശദമായി ഞാൻ പറയേണ്ടെന്ന കാര്യമില്ല, നമുക്കതറിയാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തിട്ടുള്ള കാര്യം, ഇദാ ദഖലൽ അശ്ർ, റമളാനിന്റെ അവസാനത്തെ 10ൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ റസൂലുള്ളാഹി ശദ്ദ മിഅ്സറ, അരയൊന്ന് മുറുക്കി ഉടുക്കും നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വഅഹ്യാ ലൈല, രാത്രി സജീവമാക്കും, രാത്രി റസൂലുള്ളാഹി സജീവമാക്കും. വയഖല അഹ്ല, കുടുംബത്തെയൊക്കെ വിളിച്ചുണർത്തും, കുടുംബത്തൊക്കെ വിളിച്ചുണർത്തി ആ ആരാധനയിൽ പങ്കുചേരാൻ അവരെ സജ്ജമാക്കും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒന്നാമതായി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം അതാണ് ഇഅ്തികാഫ്. അല്ലാഹുവിന്റെ പള്ളിയിൽ എത്രയാണോ നമുക്ക് ഇരിക്കാൻ കഴിയുക അത്രയും സമയം അല്ലാഹുവിന്റെ പള്ളിയിൽ നമ്മൾ കഴിച്ചുകൂട്ടാൻ ശ്രദ്ധിക്കണം. പ്രത്യേകം ശ്രദ്ധിക്കണം, ഇഅ്തികാഫ് എന്ന് പറയുന്നത് ഒരു ആഘോഷമല്ല. അത് തിന്നലും കുടിക്കലും ബഹളവും സംസാരവും ഒക്കെ ആയിക്കൊണ്ട് കഴിച്ചു കൂട്ടേണ്ടതല്ല. യഥാർത്ഥത്തിൽ ഒറ്റക്കിരിക്കേണ്ടതാണ്. പരമാവധി നമ്മൾ ഒറ്റക്കിരിക്കണം. ഒറ്റക്കിരുന്നിട്ട് നമ്മൾ ആലോചിക്കണം, ഇങ്ങനെ ഒറ്റപ്പെടുന്ന ഒരു ദിവസം വരാനുണ്ട് എന്ന്. ഇങ്ങനെ ഖബറിൽ ഒറ്റപ്പെടുന്ന ഒരു ദിവസം വരാനുണ്ട്. മരിച്ചു കഴിഞ്ഞാൽ പിന്നെ എല്ലാം ഒറ്റക്കാണ്. വിചാരണ നേരിടേണ്ടത് ഒറ്റക്കാണ്. ഖബറിൽ കിടക്കേണ്ടത് ഒറ്റക്കാണ്. ഖബറിൽ അല്ലാഹു തആല ഉദ്ദേശിച്ച കാലമത്രയും നമ്മൾ സജ്ജനങ്ങളാണ് എങ്കിൽ, നല്ല മരണം വരിക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അല്ലാഹു തആല ഉദ്ദേശിച്ച കാലമത്രയും സ്വർഗത്തിൽ അല്ലാഹു തആല നമുക്ക് സജ്ജമാക്കി വെച്ചിട്ടുള്ള ആ സ്വർഗീയമായ നമ്മുടെ സ്ഥാനം കണ്ടാസ്വദിച്ച് നമുക്ക് കിടക്കാം. ആ നാളിനെ കുറിച്ച് ചിന്തിച്ചും അതല്ല
മോശപ്പെട്ട മരണമാണ് എങ്കിൽ അല്ലാഹു തആല കാത്തു രക്ഷിക്കട്ടെ. മോശപ്പെട്ട മരണമാണ് എങ്കിൽ നരകത്തിൽ അല്ലാഹു തആല നമുക്ക് ഒരുക്കി വെച്ചിട്ടുള്ള ആ ഭയാനകമായ ശിക്ഷ കണ്ട് അല്ലാഹു തആല ഉദ്ദേശിച്ച കാലമത്രയും ബർസഖിൽ കഴിയേണ്ടുന്ന അവസ്ഥയും ഉണ്ടാകും. ഇങ്ങനെ ഖബറിൽ ഒറ്റപ്പെടുന്ന അവസ്ഥയെ കുറിച്ച് നമ്മൾ ഒറ്റക്കിരുന്നു കൊണ്ട് ദുനിയാവിന്റെ എല്ലാ തിരക്കുകളിൽ നിന്നും അതിന്റെ എല്ലാ ചുറ്റുപാടുകളിൽ നിന്നും എല്ലാം മാറി നിന്ന് നമ്മൾ ഒറ്റപ്പെടുന്ന നാളിനെ കുറിച്ച് ചിന്തിച്ച് പരമാവധി അല്ലാഹുവിലേക്ക് അടുക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. നമ്മുടെ സംസാരമോ നമ്മളുടെ ഇടപെടലുകളോ ഇത്തിക്കാഫിരിക്കുന്ന ഒരാൾക്കും ഒരു വിധത്തിലുള്ള ശല്യവും ഉണ്ടാകരുത്. നമ്മൾ സ്വയം നിയന്ത്രിതരായി നമ്മൾ അല്ലാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങി ഒരു 10 ദിവസമൊക്കെ നമുക്ക് ഇരിക്കാൻ സാധിച്ചാൽ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ നേട്ടമായി അത് മാറും. ഇതൊരു ഒഴുക്കിന് വേണ്ടിയോ ഒരു ഖുതുബയ്ക്ക് ഒരു പൊലിപ്പ് ഉണ്ടാകാൻ വേണ്ടിയോ പറയുന്ന കാര്യമല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനങ്ങളുടെ കൃത്യമായ ആശയങ്ങളാണ്. അതപ്പടി ചെയ്യാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. രണ്ടാമതായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വിശുദ്ധ ഖുർആൻ പാരായണം അത് പരമാവധി വർദ്ധിപ്പിക്കുക. സലഫുസ് സാലിഹീങ്ങൾ അവർ വിശുദ്ധ റമളാനിലെ 3 ദിവസത്തിന് ഉള്ളിൽ ഒരു തവണ ഖത്ം തീർത്തിരുന്നു എന്നാണ് പറയുന്നത്. അഥവാ ഒരു ദിവസം 10 ജുസ് പാരായണം ചെയ്യും. 3 ദിവസം കൊണ്ട് ഒരു ഖത്ം തീർക്കുക. ഇമാം ശാഫിഈ റഹിമഹുള്ളയെ കുറിച്ചൊക്കെ പറയുന്നത് വിശുദ്ധ റമളാനിൽ 60 ഖത്ം തീർത്തിരുന്നു എന്നാണ്. എന്തുകൊണ്ടാണ് അതൊരു അപരിചിതമായ കാര്യമായി തോന്നേണ്ടതില്ല. അല്ലാഹു തആല അവരുടെയൊക്കെ സമയത്തിൽ അപാരമായ ബറക്കത്ത് ചൊരിഞ്ഞിട്ടുണ്ട്. ഹാഫിളീങ്ങളാണ്. ഇരുന്നോതേണ്ടതില്ല, നടക്കുമ്പോഴും കിടക്കുമ്പോഴും ഒക്കെ ഓതാം. അങ്ങനെ അത്ര കണ്ടവർ ഖത്ം തീർത്തിരുന്നു. വിശുദ്ധ ഖുർആൻ 3 ദിവസത്തിൽ ചുരുങ്ങിയ സമയം കൊണ്ട് ഓതി തീർക്കരുത് എന്ന ഹദീസുണ്ട്. അത് റമളാനിൽ ബാധകമല്ല. അത് റമളാൻ അല്ലാത്ത കാലത്താണ്. റമളാനിൽ അതിന് പരിധി നിശ്ചയിച്ചിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെയാണ് ഈ വിധത്തിൽ ഖുർആൻ പാരായണം ചെയ്യാൻ അവർക്കുള്ള മാതൃകയും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു റക്അത്തിൽ തന്നെ സൂറ അൽ ബഖറയും നിസാവും ആലു ഇംറാനും പാരായണം ചെയ്തിരുന്നു എന്ന് സ്വഹീഹ ഹദീസുകളിൽ കാണാം. ഒറ്റ റക്അത്തിൽ രാത്രി നമസ്കാരത്തിലെ ഒരു റക്അത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അൽ ബഖറ പാരായണം ചെയ്യും. അതേ റക്അത്തിൽ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസാഉ പാരായണം ചെയ്യുന്നു. അതേ റക്അത്തിൽ ആലു ഇംറാൻ പാരായണം ചെയ്യുന്നു. ക്രമം എനിക്ക് തെറ്റിയതല്ല, റസൂൽ ആ രീതിയിൽ ഓതിയിട്ടുണ്ട് എന്നർത്ഥം. അൽ ബഖറയും ആലു ഇംറാനും നിസാഉം എന്നതാണ് ക്രമം. പക്ഷെ അങ്ങനെ ആ ക്രമത്തിലല്ലാതെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പാരായണം ചെയ്തിട്ടുണ്ട്. ഒരു റക്അത്തിൽ അങ്ങനെ പാരായണം ചെയ്യുമ്പോൾ ആ റക്അത്തിൽ ഈ വലിയ സൂറത്തുകൾ പാരായണം ചെയ്യാൻ എടുത്ത അത്രയും സമയം റുകൂഅ് ചെയ്യും. അൽ ബഖറയും ആലു ഇംറാനും നിസാഉം പാരായണം ചെയ്യാൻ വേണ്ട അത്രയും സമയം റുകൂഅിൽ നിൽക്കും. അത്രയും സമയം ഇഅ്തിദാൽ, അത്രയും സമയം സുജൂദ്, അത്രയും സമയം സുജൂദിന്റെ ഇടയിലെ ഇരുത്തം. ഇതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രാത്രി നമസ്കാരം. അങ്ങനെയാണ്. അതിങ്ങനെ കൂട്ടി നോക്കിയിട്ട് ചില പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത് ഈ വിധത്തിലൊക്കെ പാരായണം ചെയ്ത് അതങ്ങനെ വേഗം ഓതിപ്പോകുന്നല്ല, ഹൈ സ്പീഡിൽ ഓതിപ്പോകുന്നല്ല, സാവകാശം ഓതും. നരകത്തെ കുറിച്ച് പരാമർശം വരുമ്പോ കാക്കണേ റബ്ബേ നരകത്തിൽ നിന്ന് പ്രാർത്ഥിക്കും. സ്വർഗത്തെ കുറിച്ച് പരാമർശം വരുമ്പോ സ്വർഗം നൽകണേ എന്ന് പ്രാർത്ഥിക്കും. ഇങ്ങനെയൊക്കെ പ്രാർത്ഥിച്ച് അങ്ങനെയാണ് നമസ്കരിച്ചിരുന്നത്. ചില പണ്ഡിതന്മാര് ഈ അൽ ബഖറയും ആലു ഇംറാനും നിസാവും ഒക്കെ
ഓതി നബി നമസ്കരിച്ചിട്ടുണ്ടെങ്കിൽ ആ നമസ്കാരം മൊത്തത്തിൽ ഒരു 11 റക്അത്ത് നബി നമസ്കരിക്കും. നബി അങ്ങനെയാണ് 11 റക്അത്ത് നമസ്കരിക്കുന്നു. അങ്ങനെ 11 റക്അത്ത് നമസ്കരിച്ച് തീർക്കാൻ ഒരു 7 മണിക്കൂറിലേറെ സമയമെടുത്തിട്ടുണ്ടാകും എന്ന് ചില പണ്ഡിതന്മാർ കണക്കാക്കിയിട്ടുണ്ട്. ഈ വിധമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രത്യേകിച്ച് അവസാനത്തെ 10കളിൽ അവസാനത്തെ 10ൽ ശ്രദ്ധിച്ചിരുന്നത്. എല്ലാ വർഷവും നബിയുടെ ജീവിതത്തിൽ 9 റമദാനുകളാണ് കഴിഞ്ഞു പോയിട്ടുള്ളത്. റമദാൻ നിർബന്ധമാക്കിയ ശേഷം 9 റമദാൻ അവിടുത്തെ ജീവിതത്തിൽ കഴിഞ്ഞു പോയിട്ടുണ്ട്. ആ റമദാനിലൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇഅ്തികാഫ് ഇരുന്നിട്ടുണ്ട്. ഒരു വർഷം ഇഅ്തികാഫിരിക്കാൻ സാധിച്ചില്ല, അത് ഖളാ വീട്ടുകയും ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ഏറെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ശ്രദ്ധിച്ചിരുന്ന കാര്യമാണ്. നബിയുടെ ഭാര്യമാർ, നമ്മുടെ ഉമ്മമാർ, അവരും ഇഅ്തികാഫ് ഇരുന്നിട്ടുണ്ട്. നബിയുടെ കാലശേഷവും അവർ ഇഅ്തികാഫ് ഇരുന്നിട്ടുണ്ട്. പള്ളികളിൽ 10 ദിവസം അവർ കഴിച്ചുകൂട്ടിയിട്ടുണ്ട്. ഇതൊക്കെ സ്വഹീഹായ ഹദീസുകളിൽ നമുക്ക് കാണാൻ കഴിയുന്ന കാര്യമാണ്. ഇതാണ് നമ്മളും ചെയ്യേണ്ടത്. ഇവിടെ റമളാനിന്റെ തൊട്ടു മുമ്പുള്ള ആഴ്ചയിൽ ഞാൻ സൂചിപ്പിച്ചിരുന്നു, ഇഅ്തികാഫ് ഇരിക്കാൻ നമ്മൾ അന്ന് തന്നെ അതിനുള്ള ഒരുക്കങ്ങൾ നടത്തണമെന്ന്. നമ്മുടെ എല്ലാ തിരക്കുകളും വെട്ടിച്ചുരുക്കി, ഇതാണ് നമ്മുടെ ഇതാണ് പ്രധാന തിരക്ക്, ഇതിലാണ് നമ്മൾ സമയം വിനിയോഗിക്കേണ്ടത്. അതുകൊണ്ട് എത്രയാണോ നമുക്ക് സാധിക്കുക അത് നമ്മൾ ഇരിക്കുക തന്നെ ചെയ്യുക. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതാണ്. രണ്ടാമതായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മളൊക്കെ ഒരുപാട് പാപങ്ങൾ ചെയ്തു പോയിട്ടുണ്ട്. ആ പാപങ്ങളൊക്കെ അള്ളാഹുവിനോട് കലങ്ങിയ കണ്ണുമായി അവനോട് ചോദിക്കുക എന്നതിലേറെ യാചിക്കുക എന്ന് പറയുന്നതായിരിക്കും ശരി. നമ്മുടെ പാപങ്ങൾ പുറത്തു കിട്ടാൻ അള്ളാഹുവിനോട് നമ്മൾ യാചിക്കണം. എത്ര പാപങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയിട്ടുള്ളത്. ഒരു ദിവസം ഒരു പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു മാസത്തിൽ 30 എണ്ണം ഉണ്ടാവൂലേ? എത്ര പാപങ്ങളാണ് ചെയ്തത് എന്ന് എനിക്കോർമ്മയില്ല, നിങ്ങൾക്കും അങ്ങനെയാവാം. പക്ഷേ ചെയ്തു പോയ പാപങ്ങളെ കുറിച്ച് നമ്മൾ ശരിക്കത് ഓർത്തു വെക്കണം. നന്മകൾ ഓർത്തു വെക്കണം. നന്മകൾ ഓർത്തു വെക്കുന്നത് ആ നന്മകൾ പറഞ്ഞ് ഫഖർ നടിക്കാനല്ല, ആ നന്മകൾ എടുത്തു പറഞ്ഞ് തവസ്സുൽ ചെയ്യാൻ. ഗുഹാവാസികൾ ചെയ്ത തവസ്സുൽ, അവരുടെ ജീവിതത്തിൽ അവർ നിർവഹിച്ചിട്ടുള്ള ഏറ്റവും വലിയ പുണ്യകർമ്മങ്ങൾ എടുത്തു പറഞ്ഞ് അള്ളാഹുവിലേക്ക് തവസ്സുൽ ചെയ്ത് പ്രാർത്ഥിച്ചിട്ടുള്ള ആ വിധത്തിലുള്ള തവസ്സുൽ ചെയ്യാൻ. നമ്മൾ തവസ്സുൽ ചെയ്യണത് നമ്മൾ ചെയ്ത പുണ്യകർമ്മങ്ങൾ എടുത്തു പറഞ്ഞിട്ടാണ്. അതിനുവേണ്ടി നന്മകൾ ഓർക്കണം, തിന്മകൾ ഓർക്കണം എന്ന് പറയുന്നത് ആ തിന്മകൾ എടുത്തു പറഞ്ഞ് ഖേദിച്ചു മടങ്ങാനാണ്. മഹാനായ അബൂദർദാ റളിയല്ലാഹു തആല അൻഹു അദ്ദേഹം പറഞ്ഞിട്ടുള്ള ഒരു വാചകം, യഅലമു, നന്നായി മനസ്സിലാക്കിക്കൊള്ളൂ, അന്നൽ ബിർറ ലാ യബ്ലാ വ അന്നൽ ഇസ്മ ലാ യുൻസ. ചെയ്തു പോയ നന്മകളൊന്നും അത് ദ്രവിച്ചു പോകില്ല, അത് അവിടെ ഉണ്ടാകും, നഷ്ടപ്പെട്ടു പോകില്ല. വ അന്നൽ ഇസ്മ ലാ യുൻസ, ചെയ്തു പോയ തിന്മകൾ വിസ്മരിക്കപ്പെടുകയുമില്ല. നമ്മൾ ചെയ്ത തിന്മ അള്ളാഹുവിന് ഓർമ്മയുണ്ടാകും. അള്ളാഹുവിന് മറവിയില്ലല്ലോ, അള്ളാഹുവിന്റെ രേഖയിൽ അതുണ്ടാകും. ആ ഒരു ബോധം നമുക്കുണ്ടാകണം. അതുകൊണ്ട് സഹോദരന്മാരെ, അസംഖ്യം തിന്മകൾ ചെയ്തവരാണെങ്കിലും ഒരിക്കലും നിരാശപ്പെടേണ്ട കാര്യമില്ല, ഒട്ടും നിരാശപ്പെടേണ്ട കാര്യമില്ല. നമ്മൾ വിചാരിക്കുന്നതിനും അപ്പുറമാണ് അള്ളാഹുവിന്റെ കാരുണ്യം. നമ്മൾ വിചാരിക്കുന്നതിന്റെയും അപ്പുറമാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല അടിമകൾക്ക് പുറത്തു കൊടുക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞൊരു ഹദീസിൽ കാണാം, പകൽ തെറ്റ് ചെയ്തവന്റെ തൗബ സ്വീകരിക്കാൻ അള്ളാഹു രാത്രിയിൽ കൈനീട്ടും. രാത്രിയിൽ തെറ്റ് ചെയ്തവന്റെ തൗബ സ്വീകരിക്കാൻ അള്ളാഹു പകൽ കൈനീട്ടും. സൂര്യൻ പടിഞ്ഞാറിന് ഉദിക്കുന്നതുവരെ ഇത് തുടർന്നുകൊണ്ടിരിക്കും. റമദാനിൽ മാത്രമല്ല, ഏത് സമയവും തൗബ സ്വീകരിക്കാൻ അള്ളാഹു സന്നദ്ധനാണ്.
അതുകൊണ്ട് എത്ര വലിയ പാപം ചെയ്തവരാണെങ്കിലും അള്ളാഹുവിലേക്ക് ഖേദിച്ച് മടങ്ങി ഒട്ടും നിരാശപ്പെടേണ്ട കാര്യമില്ല. അള്ളാഹുവിനോട് ആത്മാർത്ഥമായി നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അത് അള്ളാഹു പുറത്തു തരുമെന്ന് വിശുദ്ധ ഖുർആനിലെ നിരവധി വചനങ്ങളിലൂടെ അള്ളാഹു തആല പരസ്യം ചെയ്തിട്ടുണ്ട്. 100 പേർക്ക് കൊന്നാൾക്ക് പുറത്തു കൊടുത്ത കഥ ഞാൻ പറയണ്ടല്ലോ. 100 ആളെ കൊന്ന ഒരാൾക്ക് അല്ലാഹു പുറത്തു കൊടുത്ത കഥ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറയുന്നുണ്ട്. ചരിത്രമാണ്, യാഥാർത്ഥ്യമാണ്. ഒരു നിരപരാധിയെ കൊല്ലുന്നത് പോലും ലോകത്തുള്ള മുഴുവൻ മനുഷ്യരെയും കൊല്ലുന്നതിന് തുല്യമാണ്. അപ്പൊ 100 ആളെ കൊന്നാലും ആ പാപത്തെ എങ്ങനെയാണ് തിട്ടപ്പെടുത്തുക? അത്രയും വലിയ പാപിയായ മനുഷ്യൻ, ആ മനുഷ്യൻ അല്ലാഹു തആല പുറത്തു കൊടുത്ത് സ്വർഗം നൽകിയ ചരിത്രം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ ഒട്ടും അതിൽ നിരാശപ്പെടേണ്ടതില്ല. നമ്മുടെ പൂർവികർ, അവരുടെ പക്കൽ എന്തെങ്കിലും ഒരു സ്ഖലിതം സംഭവിച്ചു പോയാൽ പിന്നെ ആ സംഭവം ഓർക്കുമ്പോഴൊക്കെയും കരഞ്ഞു കലങ്ങിയ കണ്ണുമായി അവർ അല്ലാഹുവിനോട് പ്രാർത്ഥിച്ചിരുന്നു. ഒരുപക്ഷെ നമുക്ക് ആ സ്വഭാവം ഉണ്ടാവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ പക്കൽ ഒരിക്കൽ ഒരു തെറ്റുപറ്റി തൗബ ചെയ്താൽ പിന്നെ നമ്മൾ അത് തൗബ ചെയ്താൽ അതൊക്കെ ഓക്കെ ആയി എന്ന് ധരിക്കും. പക്ഷെ പൂർവികർ അങ്ങനെയല്ല. അതവിടെ ഈമാനിന്റെ കനവും കട്ടിയുമാണ് അതറിയിക്കുന്നത്. പുറത്തു കൊടുത്തു എന്ന ഉറപ്പുള്ള കാര്യത്തെ കുറിച്ച് പോലും ഓർക്കുമ്പോൾ ഭയമുണ്ടായിരുന്നവർക്ക്. പ്രവാചകന്മാരുടെ ചരിത്രം പരിശോധിച്ചാൽ അറിയാം. ചില പ്രവാചകന്മാരാകുന്നതിന് മുമ്പ് ചില ആളുകൾക്ക് ചില കൈയബദ്ധം സംഭവിച്ചു പോയിട്ടുണ്ട്. പാപമെന്നും എന്നതിന് പറയാൻ പറ്റില്ല. മഹാനായ മൂസാ നബി അലൈഹിസ്സലാം നബിയാകുന്നതിന് മുമ്പ് ബനു ഇസ്രായേൽപ്പെട്ട ഒരാളും ഒരു കിബ്തിയും സംഘട്ടനത്തിൽ ഏർപ്പെട്ടപ്പോൾ മഹാനായ മൂസാ നബി അലൈഹിസ്സലാം മുഷ്ടി ചുരുട്ടി കിബ്തിയെ ഒരു ഇടി കൊടുത്തു എന്നും അത് മർമ്മത്തിൽ തട്ടി അബദ്ധവശാൽ ആ കിബ്തി മരണപ്പെട്ടു പോയി എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. അത് അല്ലാഹു തആല പുറത്തു കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ മൂസാ നബി അലൈഹിസ്സലാമിനെ മഹ്ശറമുറ്റത്ത് വിചാരണക്കെടുക്കാൻ വേണ്ടി മനുഷ്യർ ഒന്നടങ്കം ഓരോ നബിമാരടുത്തും ചെന്ന് പറയുമ്പോ, ഞാൻ ചുരുക്കി പറയാം, മൂസാ നബിയുടെ അടുക്കലും ആളുകൾ ചെല്ലും. വിചാരണക്കെടുക്കാൻ വേണ്ടി നിങ്ങൾ അള്ളാഹിനോടൊന്ന് പറയണം എന്ന് പറയുമ്പോ മൂസാ നബി പറയുന്നത്, എനിക്ക് ഭൂമിയിൽ വെച്ച് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്, ഞാൻ അതിന്റെ ബേജാറില്ല, അതുകൊണ്ട് എനിക്ക് പറയാൻ പറ്റില്ല. ഇത് പുറത്തു കൊടുത്തതാണ്. പുറത്തു കൊടുത്ത കാര്യത്തെ കുറിച്ചാണ് ഇപ്പോൾ ഞാൻ അതിൽ ബേജാറാണെന്ന് പറയുന്നത്. അതാണ് നമ്മുടെ പൂർവികർ, പ്രവാചകന്മാർ പാപസുരക്ഷിതരാണ്, മാസൂമിങ്ങളാണ്. അതേപോലെ സഹാബ അവരുടെ ജീവിതത്തിൽ സ്ഖലിതങ്ങൾ സംഭവിച്ചപ്പോൾ ആ കാര്യങ്ങൾ ഓർക്കുമ്പോഴൊക്കെയും സമർത്ഥമായ താടിരോമങ്ങൾ നനഞ്ഞു കുതിർക്കുമാറ് അവർ കരഞ്ഞിരുന്നു എന്നും, സ്വഹാബി വനിതകൾ അവരുടെ ശിരോവസ്ത്രം അത് നനഞ്ഞു കുതിർക്കുമാറ് അവർ കരഞ്ഞിരുന്നുവെന്നും സ്വഹീഹായ ഹദീസുകളിലും അസറുകളിൽ നമുക്ക് കാണാൻ പറ്റും. നമ്മൾ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അതാണ്. ഒരിക്കലെങ്കിലും ഈ റമളാൻ നമ്മോട് വിട പറയുന്നതിന്റെ മുമ്പേ ഒരിക്കലെങ്കിലും നമ്മുടെ കണ്ണിൽ നിന്ന് ആരും അറിയാം, നമ്മളും നമ്മുടെ റബ്ബും മാത്രം അറിഞ്ഞാൽ മതി. ഒരിക്കലെങ്കിലും നമ്മുടെ കണ്ണിൽ നിന്ന് ഒരിറ്റ് കണ്ണുനീർ ഉതിർന്നു വീഴണം. ആ കണ്ണുനീരിന് വിലയുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുള്ളത്, അല്ലാഹുവിനെ ഓർത്ത് കരഞ്ഞാൽ ആ കണ്ണ് നരകത്തിൽ പോകില്ല, സ്വർഗമാണതിന് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുള്ള ഹദീസ് ഉണ്ട്. അള്ളാഹിന്റെ മുമ്പിൽ കരയണം. സലഫുകൾ ഏറ്റവും കൂടുതൽ കരയുന്നവരായി, സൃഷ്ടികളുടെ മുമ്പിലല്ല, സ്രഷ്ടാവിന്റെ മുമ്പിൽ ഏറ്റവും കരയുന്ന ആളുകളായി. അള്ളാഹിന്റെ മുമ്പിൽ കരയാന്ന് പറഞ്ഞാൽ അതൊരു യോഗ്യതയാണ്. സൃഷ്ടികളുടെ മുമ്പിൽ കരയുക എന്ന് പറയുന്നത് ഒരു അധമത്വമാണ്, അതൊരു കുറച്ചിലാണ്. കരയേണ്ടത് റബ്ബിന്റെ മുമ്പിലാണ്, കണ്ണീരൊലിപ്പിക്കേണ്ട നാളുകളാണ്. അതുകൊണ്ട് അക്കാര്യം നമ്മുടെ ശ്രദ്ധയിൽ പ്രത്യേകമുണ്ടാകണം.
സ്ഖലിതങ്ങൾ സംഭവിച്ചു പോയത് പുറത്തു കിട്ടാൻ കൂടുതൽ കൂടുതൽ സുഹൃതങ്ങൾ ചെയ്യണം. മഹാനായ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രത്തിൽ നമുക്ക് കാണാം, ഹുദൈബിയ സന്ധി നടക്കുന്ന വേളയിൽ അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്പം പരുഷമായി പെരുമാറിയിട്ടുണ്ട്. ബാഹ്യമായ സന്ധി മുസ്ലിങ്ങൾക്കെതിരാണ് എന്നതായിരുന്നു അദ്ദേഹത്തിന് അങ്ങനെ സംസാരിക്കാൻ അദ്ദേഹത്തിനെ പ്രേരിപ്പിച്ചത്. ബാഹ്യമായ എതിരാണ്, ആന്തരികമായ സന്ധ്യ മുസ്ലിങ്ങൾക്ക് പൂർണ്ണമായും അനുകൂലമാണ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അദ്ദേഹം ചോദിച്ചു, നബിയെ, നമ്മൾ മുഅ്മിനീങ്ങൾ, അവർ കാഫിറുകൾ, എന്തിന് അധമത്തം നമ്മൾ പേറണം എന്നിങ്ങനെ അല്പം രൂക്ഷമായി സംസാരിച്ചു. പിന്നീട് അദ്ദേഹം പറയുന്നത്, ഞാൻ അന്ന് അങ്ങനെ പറഞ്ഞു പോയത് എനിക്ക് അബദ്ധമായെന്ന് ബോധ്യപ്പെട്ടു. പിന്നീട് ഞാൻ ചെയ്തത് ധാരാളമായി ഞാൻ സ്വതക്ക ചെയ്തു, ധാരാളമായി മുത്തലഖൻ സുന്നത്ത് നമസ്കാരങ്ങൾ നിർവഹിച്ചു, ധാരാളമായി സുന്നത്ത് നോമ്പുകൾ അനുഷ്ഠിച്ചു. ഇങ്ങനെ ഞാൻ ചെയ്തു. നീ തിന്മ ചെയ്താൽ ആ തിന്മയെ മായ്ച്ചു കളയാൻ ഉതകുന്ന നന്മകൾ നീ ധാരാളം ചെയ്യണമെന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പന അദ്ദേഹം കർമ്മപദത്തിൽ കൊണ്ടുവന്നു. ഇതാണ് നമ്മളും ചെയ്യേണ്ടത്. പരമാവധി ധർമ്മം ചെയ്യുക. നമ്മുടെ പള്ളിയിൽ ഓരോ വക്തിലും എന്ന് പറയാവുന്നത് പോലെ സ്വതക്ക നടക്കുന്നുണ്ട്. അതൊരു ഭാരമായി ആരും കാണേണ്ടതില്ല. നിങ്ങൾ കാണുന്നു എന്നർത്ഥത്തിലല്ല ഞാൻ പറയുന്നത്. ആരും അതിനെ അങ്ങനെ കാണരുത്. അതൊരു അനുഗ്രഹമായി കണ്ടാൽ മതി. നമ്മുടെ പക്കൽ നൽകാനില്ലെങ്കിലും അത് ആളുകളോട്, ചോദിച്ചു വരുന്ന ആളുകളോട് ഒരു പുഞ്ചിരിയെങ്കിലും സ്വതക്കയായി നൽകുക. നമുക്ക് നൽകാൻ പറ്റില്ലെങ്കിലും 1 രൂപയാണ് നൽകാൻ കഴിയുക, അത് നൽകുക. ഒന്നും നൽകാൻ കഴിയുന്നില്ലേ, ഒരു പുഞ്ചിരിയാകുന്ന സ്വതക്കയെങ്കിലും നിർവഹിക്കുക. അതല്ലാതെ ഒരു ഭാരമായി ആരും കാണേണ്ടതില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുചരന്മാരുടെ കൃത്യമായ ചരിത്രം അതാണ് എന്ന് ഈ മിമ്പറിൽ വെച്ച് തന്നെ പലതവണ നിങ്ങൾ കേട്ടതുകൊണ്ട് ഞാൻ ആ ചരിത്രത്തെ ഇനി ഇവിടെ ആവർത്തിക്കുന്നില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു കാര്യം കൂടെ നമ്മോട് ഇതുമായി ബന്ധപ്പെട്ട് പറഞ്ഞത് ഞാൻ അവസാനമായി സൂചിപ്പിക്കുകയാണ്. ഉഖ്ബത്ത് ബിൻ ആമിർ റളിയല്ലാഹു തആല അൻഹുവിനെ വിജയത്തിന്റെ മാർഗം ചൊല്ലിക്കൊടുക്കുന്ന വേളയിൽ റസൂലുള്ളാഹി പറഞ്ഞു, വബ്കി അലാ ഖതിയതിക്, നിന്റെ പാപത്തെ കുറിച്ച് ഓർത്ത് കരയുക. നമ്മുടെ ജീവിതത്തിൽ കരഞ്ഞ സംഭവങ്ങൾ ഒരുപാട് പറയാനുണ്ടാവും. പക്ഷേ അതൊക്കെ നമ്മളിങ്ങനെ അള്ളാഹുവിനെ ഓർത്ത് കരഞ്ഞതൊരു കോളത്തിലും, ഭൗതിക വിഷയങ്ങളെ കുറിച്ച് നമ്മുടെ ഭൗതികമായി ബന്ധപ്പെട്ട വിഷയങ്ങൾക്ക് വേണ്ടി കരഞ്ഞത് മറുകോളത്തിലും രേഖപ്പെടുത്തിയാൽ അള്ളാഹുവിനെ കുറിച്ച് ഓർത്ത് കരഞ്ഞ കോളം മിക്കവാറും ശൂന്യമാകാനാണ് സാധ്യത. അത് നിറയണം. ഇപ്പുറത്തെ കോളം അത് ശൂന്യമായി കിടക്കുന്ന, അല്ലെങ്കിൽ അതിന്റെ എണ്ണം കുറയണം. ഈ കോളം അള്ളാഹുവിനെ കുറിച്ച് ഓർത്തുകൊണ്ട് കരഞ്ഞ ആ കോളം, അതിലാണ് എണ്ണങ്ങൾ, ആ കോളമാണ് പൂർത്തിയാകേണ്ടത്. ആ ഒരു നിലവാരത്തിലേക്ക് നമുക്ക് ഉയരാൻ കഴിഞ്ഞാൽ അതിന് വമ്പിച്ച നേട്ടമുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ കാര്യങ്ങളെല്ലാം യഥാവിധി ശ്രദ്ധിക്കുന്ന ആളുകളിൽ നമ്മെ എവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലൽ അക്മലാനി അലൽ മബ്ഊസ് റഹ്മത്തൽ ലിൽ ആലമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്, തഖുല്ലാഹ ഇബാദല്ലാഹ്. അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ അനുസരിച്ച് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി എല്ലാ ആളുകളെയും ഓർമ്മപ്പെടുത്തുന്നു, വസിയത്ത് ചെയ്യുന്നു. സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ പാപങ്ങൾ പുറത്തു തരണമെങ്കിൽ നമ്മൾ ആളുകൾക്ക് പുറത്തു കൊടുക്കണം. നമ്മോട് പല അബദ്ധങ്ങളും ചെയ്തിട്ടുള്ള, തിന്മകൾ ചെയ്തിട്ടുള്ള, നമ്മയോട് പല അപമര്യാദയായ രീതിയിൽ പെരുമാറിയ ആളുകളുണ്ടാകും. അവർക്ക് കൂടെ നമ്മൾ പുറത്തു കൊടുക്കണമെന്നത് നമ്മുടെ പാപങ്ങൾ പുറത്തു കിട്ടുവാനുള്ള ഒരു കാരണമായി വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. ഞാനതിന്റെ ആയത്തുകളൊക്കെ പറഞ്ഞു പോയാൽ സമയം ദീർഘിച്ചു പോകും. അതുകൊണ്ട് സൂറത്ത് നൂറിന്റെ 22-ാമത്തെ വചനം നിങ്ങൾ പരിശോധിക്കുക. അതിന്റെ ചുരുക്കം ഇതാ. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു, അദ്ദേഹത്തിന്റെ കുടുംബക്കാരാണ് മിസ്തഹ് റളിയല്ലാഹു അൻഹു.
അദ്ദേഹം ബദരീങ്ങളിൽപ്പെട്ട ആളാണ്, മുഹാജിറാണ്, അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ കുടുംബക്കാരനാണ്. അദ്ദേഹം ആയിഷ റളിയല്ലാഹു തആലയെ കുറിച്ചുള്ള വ്യഭിചാര കുറ്റാരോപണ മുനാഫിക്കുകൾ അത് പ്രചരിപ്പിച്ചപ്പോൾ ഇദ്ദേഹവും ആ പ്രചാരണത്തിൽ ഒരംഗമായി മാറി. അങ്ങനെ സംഭവിച്ചു പോയി. അബൂബക്കർ റളിയല്ലാഹു തആലാൻഹുവിന്റെ സംരക്ഷണത്തിനും സഹായത്തിനുമാണ് ഇദ്ദേഹം ജീവിക്കുന്നത്. തന്റെ മകളെ കുറിച്ച് തന്റെ കുടുംബക്കാരൻ ഇങ്ങനെ പറയുന്നു എന്ന് കേട്ടപ്പോൾ സ്വാഭാവികമായും ഒരു പിതാവിനുണ്ടാകുന്ന വികാരം അബൂബക്കർ റളിയല്ലാഹു അൻഹു പ്രകടിപ്പിച്ചു. എന്റെ മകളെ കുറിച്ച് അങ്ങനെ പറഞ്ഞ എന്റെ കുടുംബക്കാരന് ഇനി എന്റെ പക്കൽ നിന്ന് യാതൊരു വിധത്തിലുള്ള സഹായമുണ്ടാകുന്നതല്ല എന്ന് അദ്ദേഹം പറഞ്ഞു. ആ വേളയിലാണ് സൂറത്ത് നൂറിന്റെ 22-ാമത്തെ വചനം അവതരിക്കുന്നത്. നിങ്ങളിലെ കഴിവും ശേഷിയുമുള്ള ആളുകൾ അടുത്ത കുടുംബക്കാർക്ക്, അഗതികൾക്ക്, അള്ളാഹു എന്ന മാർഗത്തിൽ പലായനം ചെയ്തവർക്ക് നന്മ ചെയ്തു കൊടുക്കില്ല എന്ന് ശപഥം ചെയ്ത് പറയരുത്. അള്ളാഹു നിങ്ങളുടെ പാപം പുറത്തു തരാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ എന്ന് അള്ളാഹു തആല ചോദിക്കുന്നു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല പറഞ്ഞു, അള്ളാഹുവേ, എന്റെ പാപം നീ എനിക്ക് പുറത്തു തരണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് മിസ്തഹ് റളിയല്ലാഹു അൻഹുവിന് ഇതുവരെ ഞാൻ ചെയ്തു കൊണ്ടിരുന്ന എല്ലാവിധ സഹായങ്ങളും ഞാൻ ഇനിയും തുടർന്നും ചെയ്യുന്നതാണ് എന്ന് അദ്ദേഹം തുറന്ന് പ്രഖ്യാപിച്ചതാണ് ഈ വചനത്തിന്റെ ചുരുക്കം. ഇതിന്റെ അവതരണ പശ്ചാത്തലം അതാണ്. അപ്പോൾ നമ്മൾ ആളുകൾക്ക് പുറത്തു കൊടുക്കണം. ഒരുപക്ഷേ നമുക്ക് മറക്കാൻ കഴിയില്ല, പക്ഷെ പൊറുക്കാൻ കഴിയണം. ആ രീതിയിലേക്ക് ഉയരണം. പ്രത്യേകിച്ച് റമളാനിന്റെ അവസാനത്തെ 10 ലൈലത്തുൽ ഖദറിന്റെ രാവുകൾ പ്രതീക്ഷിക്കുമ്പോൾ അവിടെ പ്രത്യേകം പ്രാർത്ഥിക്കേണ്ടുന്ന ഒരു പ്രാർത്ഥന റസൂലുള്ളാഹി പഠിപ്പിച്ചിട്ടുണ്ട്. അല്ലാഹുമ്മ ഇന്നക അഫുവൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. അല്ലാഹുവേ, നീ ഏറെ മാപ്പ് നൽകുന്നവനാണ്. മാപ്പ് നൽകുന്നത് നിനക്ക് ഇഷ്ടമാണ്. അല്ലാഹുവിന് ഇഷ്ടമുള്ള കാര്യമാണ് മാപ്പ് കൊടുക്കുക എന്ന് പറയുന്നത്. അതുകൊണ്ട് എന്നോട് നീ മാപ്പ് കാണിക്കണേ എന്നർത്ഥം വരുന്ന ഈ പ്രാർത്ഥന നമ്മൾ വർദ്ധിപ്പിക്കണം. ലോകത്ത് ഏറെ കഷ്ടപ്പെടുന്ന ജനതകളുണ്ട്, മുസ്ലിം സഹോദരങ്ങളുണ്ട്, പ്രത്യേകിച്ച് ഫലസ്തീൻ. അത് നമ്മുടെ മിമ്പറിൽ വെച്ച് പ്രാർത്ഥിക്കുകയും നിങ്ങളതിന് ആമീൻ പറയുകയും ചെയ്യുന്നതിൽ ഒതുക്കരുത്. അത് ഉസ്താദിനോട് മിമ്പറിൽ വന്ന് പ്രാർത്ഥിക്കണം. പ്രാർത്ഥിച്ചു, ആമീൻ പറഞ്ഞു, അതോടുകൂടി അവസാനിക്കരുത്. നമ്മുടെ സ്വകാര്യ പ്രാർത്ഥനകളിൽ നിങ്ങളൊരു 10 മിനിറ്റ് നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുന്നുവെങ്കിൽ ഒരു 2 മിനിറ്റ് ഫലസ്തീനികൾക്ക് മാറ്റിവെക്ക്. ഒരു 2 മിനിറ്റ് ആ പാവങ്ങൾക്ക് മാറ്റിവെക്ക്. 70-ലേറെ വർഷമായി വെറും വെടിയൊച്ച കേൾക്കാൻ വേണ്ടി വിധിക്കപ്പെട്ട ഒരു പാവം ജനതയാണ് ഫലസ്തീൻ എന്ന് പറയുന്നത്. ഒരു തുറന്നിട്ട ജയിലാണ്, ഒരു വിധത്തിലുള്ള സ്വാതന്ത്ര്യവുമില്ലാത്ത. ജനിച്ചന്നു മുതലേ വെടിയൊച്ച കേൾക്കാൻ വിധിക്കപ്പെട്ട ഒരു ജനത എന്ന് പറഞ്ഞാൽ അക്ഷരാർത്ഥത്തിൽ അത് ശരിയാണ്. നമുക്കിവിടെ നിന്ന് ചെയ്യാൻ പറ്റുന്ന കാര്യം, ഏറ്റവും വലിയ ആയുധം പ്രാർത്ഥനയാണ്. അതുകൊണ്ട് ആത്മാർത്ഥമായി നിങ്ങൾ ഓരോരുത്തരുടെയും സ്വകാര്യ പ്രാർത്ഥനകളിൽ അതുണ്ടാകണം. ഈ മിമ്പറിൽ വെച്ച് ഒരു 2 മിനിറ്റ് പ്രാർത്ഥിക്കുന്നതിൽ ഒതുക്കരുത് എന്നാണ് എനിക്ക് ആവർത്തിച്ചു പറയാനുള്ളത്. പ്രത്യേകിച്ച് അവസാനത്തെ 10 രാവുകൾ അത് പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാൻ ഏറെ സാധ്യതയുള്ള സമയമാണ്. അതിലൊരു 2 മിനിറ്റെങ്കിലും നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടി നീക്കി വെക്കണം എന്നാണ് എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല കഷ്ടപ്പാട് അനുഭവിക്കുന്ന ഫലസ്തീൻ ജനതക്ക് എത്രയും പെട്ടെന്ന് അതിന്റെ മോചനം നൽകുമാറാകട്ടെ.